ആലപ്പുഴയിൽ MDMA-യുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ആണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. ഹരിപ്പാട് നിന്ന് പിടികൂടിയ ആൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് MDMA-യുമായി വിഘ്നേഷ് പിടിയിലായത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് MDMA-യുമായി ഇത്തരത്തിൽ പിടിയിലായിരിക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അതീവ ഗൗരവമുള്ള സംഭവം തന്നെയാണ്. അതായത് മദ്യം കഴിഞ്ഞ ദിവസം നമുക്കറിയാം CPM സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയത് മദ്യപാനം അടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായ വിലക്കാണ് പാർട്ടി കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾക്കെതിരെ കർശന നടപടി CPM സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു നിലപാട് പാർട്ടി സ്വീകരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ആലപ്പുഴയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട പുതിയ പ്രശ്നം തലപൊക്കിയിരിക്കുന്നത്. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി തന്നെ MDMA-യുമായി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ സൗത്ത് പോലീസാണ് MDMA-യുമായി CPM-ന്റെ സ്റ്റേഡിയം ബ്രാഞ്ചിലെ സെക്രട്ടറി വിഘ്നേഷിനെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വിഘ്നേഷ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MDMA കൈവശം വെച്ചു എന്നതിനപ്പുറത്തേക്ക് MDMA വിൽപ്പന നടത്തിയെന്ന് കൂടി FIR-ൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറിയാണ് വിഘ്നേഷ്. ഒപ്പം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെയും DYFI-യിലെയും സജീവ പ്രവർത്തകനായിരുന്ന ആളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വരുന്നത്. പിന്നീടാണ് ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയായി CPM-ന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഈ MDMA-യുമായി പിടിയിലാകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു അറസ്റ്റിലേക്ക് സൗത്ത് പോലീസിനെ നയിച്ചത് ഹരിപ്പാട് നിന്ന് പിടിയിലായ വ്യക്തിയിൽ നിന്ന് ലഭ്യമായ വിവരമാണ്. ഹരിപ്പാട് നിന്നും MDMA-യുമായി പിടിയിലായ യുവാവിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഘ്നേഷാണ് ഈ യുവാവിന് നൽകിയത്, അതായത് MDMA നൽകിയത് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് സൗത്ത് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. സൗത്ത് പോലീസിൽ ഈ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സെർച്ചിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഭാഗത്ത് നിന്ന് വിഘ്നേഷിനെ അവർ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോക്കറ്റിൽ പ്ലാസ്റ്റിക് കവറിൽ MDMA കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഒഴിഞ്ഞ 4 സിറിഞ്ചുകളും കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല FIR-ൽ ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഇയാൾ ഈ ലഹരി വിൽപ്പന നടത്തുക കൂടി ചെയ്തിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് FIR-ൽ രേഖപ്പെടുത്തിയിരുന്നത്. അതായത് മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം തന്നെ ഈ MDMA വിൽപ്പന നടത്തുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതീവ രഹസ്യമായി കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഇയാൾ പിടിയിലാകുന്നത്. പക്ഷേ ക്വാണ്ടിറ്റി കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം നൽകി ഈ വിഘ്നേഷിനെ വിടുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പുകയില കടത്തുമായി ഒക്കെ ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ആലപ്പുഴയിൽ CPM-യുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. സംഘടനാ നടപടികളിലേക്കൊക്കെ നീങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാസലഹരിയുമായി തന്നെ CPM നേതാവ് CPM ബ്രാഞ്ച് സെക്രട്ടറി ഇപ്പോൾ പോലീസിന്റെ പിടിയിലാകുന്നത്. സൗത്ത് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ തിരച്ചിലിലാണ് വിഘ്നേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും മയക്കുമരുന്നുമായി കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. സിറിഞ്ചുകൾ ഉണ്ടായിരുന്നു, പാക്കറ്റിൽ മയക്കുമരുന്നുണ്ടായിരുന്നു, ഒപ്പം തന്നെ ഇയാൾ വിൽപ്പന നടത്തിയതിന്റെ പണവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് ഈ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള വിഘ്നേഷ് ലഹരി ഉപയോഗിച്ചു എന്നത് മാത്രമല്ല, ലഹരി വിൽപ്പന നടത്തിയിരുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ സ്പോട്ട് ലൈവിൽ കാണാം.